അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അങ്ങനെ ആ ദിവസം വന്നെത്തി. തൻ്റെ പ്രിയപ്പെട്ട മോള് ഗൾഫിലേക്ക് പോകുകയാണ്. മുഹ്സിനയുടെ ഉമ്മ അവളെ ഒരുപാട് ചുംബിച്ചു. ഉമ്മാൻ്റെ കുട്ടി നന്നാവട്ടോ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റൂല, ഉമ്മാൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാകും. സാധാരണ രീതിയിൽ മക്കൾ പോകുമ്പോൾ ഉമ്മമാർക്ക് സങ്കടമായിരിക്കും. പക്ഷേ തൻ്റെ മകൾ രക്ഷപ്പെടട്ടെ എന്നു കരുതിയിട്ട് ആ ഉമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മോൾക്ക് വേണ്ടി. പോകുമ്പോൾ തന്നെ അജ്മൽ പറഞ്ഞു, മുഹ്സി, അതെ, നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ്, തണുപ്പാണ്. അവിടെ ചെന്നാൽ പൊരി വെയിലായിരിക്കും കേട്ടോ. അവിടെ നല്ല ചൂടാണ്, 42 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ചൂടുള്ളത്. പക്ഷേ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, നമ്മളൊക്കെ എ സിയിലല്ലേ. എന്താ നിനക്ക് പെട്ടെന്ന് കാലാവസ്ഥ മാറുമ്പോഴത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് ഭയമുണ്ടോ? ഹേയ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എവിടെയാണെങ്കിലും ജീവിച്ചാൽ പോരെ, നമുക്ക് നമ്മളുടേതായ രീതിയിൽ ജീവിക്കണം. പിന്നെ എവിടെ ചെന്നാലും പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ, ആ ഒരു ചിന്ത ഉണ്ടായാൽ മതി. എവിടെ പോവുകയാണെങ്കിലും അള്ളാഹു ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാലേ. മോളെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ അതാ അവർക്കുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി കെട്ടി കാറിലേക്ക് കയറ്റുന്നു. മുഹ്സിനയുടെ ഉമ്മയും ബുഷിയും അജ്മൽ സാറിൻ്റെ ഉമ്മയും അതാ വാഹനത്തിൽ കയറുന്നു. ഡ്രൈവറെ വിളിച്ചതാണ്, കാരണം തിരിച്ചു വരുമ്പോൾ അവർക്ക് വരാനുള്ളതല്ലേ, അതുകൊണ്ട് അജ്മൽ സാർ അങ്ങനെ ഏൽപ്പിച്ചു ഒരാളെ. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം പോകുന്ന വഴിയിലൊക്കെ നല്ല മഴയാണ്. മുഹ്സി, കുറച്ചുകൂടി മഴ ആസ്വദിച്ചോ? സാറിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് മുഹ്സി പറഞ്ഞു, മഴയായാലും ചൂടായാലും എന്താ, എല്ലാം അള്ളാഹിൻ്റെ അടുത്തു നിന്നുള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആഹാ, മോളെല്ലാത്തിനും റെഡി ആയിട്ടാണല്ലേ. പിന്നെന്താ, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അതാ എയർപോർട്ട് എത്തും. എയർപോർട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുഹ്സി ഉമ്മ വിളിക്കുന്നു. എന്തോ ഉമ്മ, മോൾക്ക് പേടിയുണ്ടോ? എന്തിനുമ്മ, ഞങ്ങളിന്ന് ബാംഗ്ലൂരിൽ തിരിച്ചു വന്നപ്പോൾ ഫ്ലൈറ്റിലല്ലേ മോളെ. ഇത് കുറച്ച് ലോങ് പോവണ്ടേ, അതിനൊന്നും കുഴപ്പമില്ലാന്നേ. ഉമ്മ പേടിക്കണ്ട, പഠിച്ച റബ്ബിൻ്റെ കാവലുണ്ടാവും ഉമ്മ. പിന്നെ എന്തൊക്കെ തന്നെയായാലെങ്കിലും നമ്മളെ വിധി എവിടെ വെച്ചാണ് നാം മരിക്കുന്നത്, അത് പഠിച്ച റബ്ബ് ആദ്യമേ കണക്കാക്കിയിട്ടുണ്ടാവും. ഒരു പക്ഷേ അത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ വെച്ചായിരിക്കും, അല്ലെങ്കിൽ ഭൂമിയിൽ വെച്ച്, അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ച്, എന്തെങ്കിലും അപകടത്തിൽ, അങ്ങനെയൊക്കെ ഒക്കെ പഠിച്ച റബ്ബുമ്മ കണക്കാക്കി കഴിഞ്ഞതല്ലേ. നമ്മൾ പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ ഹൈറായ മരണം ലഭിക്കണമെന്ന്. മോളെ, ഉമ്മാക്ക് ശരിക്കും പറഞ്ഞാൽ ടെൻഷനായി. ഉമ്മാൻ്റെ കുട്ടി അങ്ങനെയൊന്നും പറയില്ലേ. പെട്ടെന്ന് അജ്മൽ സാർ പറഞ്ഞു, ഉമ്മ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ മകള് വളരെയധികം എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട പോലെയാണ്. പഠിച്ച റബ്ബ് കാക്കട്ടെ. ഉമ്മാക്ക് ടെൻഷൻ കൂടിക്കൂടി വന്നു. അതാ 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അതാ എയർപോർട്ട് എത്തി. അങ്ങനെ അതാ അവർ എയർപോർട്ടിൽ ഇറങ്ങുന്നു. വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഡ്രൈവർ അങ്ങോട്ട് പോയി ലഗേജുകൾ ഇറക്കി. അങ്ങനെ മുഹ്സിയും ഉമ്മയും അതാ ബുഷിയും അജ്മൽ സാറിൻ്റെ ഉമ്മയും ഇറങ്ങി. മോനെ, സൂക്ഷിച്ചു പോണേ ഉമ്മ, ഇൻഷാ അല്ലാ. അങ്ങനെ അവർ എല്ലാവരോടും യാത്ര പറയുകയാണ്. ഉമ്മയുടെ മനസ്സ് വല്ലാതങ്ങ് വേദനിച്ചു. പഠിച്ചോനെ, എൻ്റെ കുട്ടി ഇവിടെ ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഗൾഫ് ജീവിതം അവൾ ഇഷ്ടപ്പെടുന്നത്. മോളെ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഒന്നുമില്ല, ഈ നാട്ടിൽ നിന്ന് മാറി നിന്നാൽ തന്നെ എനിക്ക് സന്തോഷമാകും. മുഹ്സിനയുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. നാട് പറ്റിയങ്ങ് വെറുത്തു. കാരണം മറ്റൊന്നുമല്ല, എന്തെന്നറിയില്ല, എല്ലാവരും കൂടെ എന്നെ ഉപദ്രവിച്ചു, അതുമാത്രമല്ല ഒറ്റപ്പെടുത്തി, എന്നെയും സിനാനെയും വേർതിരിച്ചു. പഠിച്ചോനെ അല്ലാ, ഇവിടം വിട്ട് പോകണം, വേറെ എവിടെ പോയി ജീവിച്ചാലും വേണ്ടില്ല. അതിനിടക്കാണ് സാറിൻ്റെ ആ ഒരു കാര്യം വന്നത്. അപ്പം പിന്നെ പെട്ടെന്ന് സമ്മതം മൂളി ഉമ്മയോട് പറഞ്ഞപ്പോൾ അതും സെറ്റായി. ഓക്കെ, റാഹത്തായി. ഇപ്പോഴിതാ ഞാൻ എയർപോർട്ടിൽ. മുഹ്സിന ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. ഉമ്മ, ഞങ്ങൾക്ക് പോകാൻ സമയമായെന്ന് തോന്നുന്നു. മുഹ്സി, എന്നെ നമുക്ക് കയറാം. എല്ലാവരോടും സലാം പറഞ്ഞു പ്രിയപ്പെട്ട ഉമ്മ അവളെ കെട്ടിപ്പിടിച്ചു, കരഞ്ഞു. എൻ്റെ പൊന്നുമോൾ പോയിക്കോളി, അതുതന്നെ നല്ലത്. ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കണേക്കാളും നല്ലത് എവിടെയെങ്കിലും എൻ്റെ കുട്ടി ജോലി ചെയ്ത് ജീവിച്ചോളി. ആ ഉമ്മയുടെ അനുഗ്രഹത്തോടെ അവളതാ എയർപോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നു. ബുഷിയും ഉമ്മയും അവളെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു. മോളെ പോയി വരി, നന്നായി വരിട്ടോ.
അജ്മൽ സാറിനെ ഉമ്മ ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുട്ടി കുറച്ച് ബുദ്ധിമുട്ടില്ലേ, പഠിച്ചു നന്നാക്കട്ടെ. ഇക്കാക്ക. അവൾ ഇക്കാക്കയുടെ നെഞ്ചിലേക്ക് അമർന്ന് കിടന്ന് കരഞ്ഞു. ഇക്കാക്ക. ഇല്ല ബുഷി, ഇൻഷാ അല്ലാഹ് കാണാട്ടോ. സലാം പറഞ്ഞുകൊണ്ട് അവർ പിരിഞ്ഞു കണ്ണീരോടെ. അങ്ങനെ എയർപോർട്ടിനകത്തേക്കുള്ള ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം തുടങ്ങുകയാണ്. മുഹ്സിനയുടെ വാച്ച്, ബാഗ്, ഫോണ് എല്ലാം അവിടെ ചെക്കിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. പഠിച്ചോനെ, അവൾ നെടുവീർപ്പിട്ടു. ശരിക്കും തൻ്റെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട പോലെയാണ് അവൾക്ക് തോന്നിയത്. എല്ലാം കഴിഞ്ഞ് അവരതാ ഫ്ലൈറ്റിലേക്ക് കയറുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. മുഹ്സിന, ആ പിന്നെ അന്നത്തെ പോലെ പെട്ടെന്നല്ല കേട്ടോ, ഇതല്പം സമയമുണ്ട്, ഏകദേശം 5 മണിക്കൂർ യാത്ര. എനിക്കറിയാം. ആ ഓക്കെ, എന്നാൽ കയറാം. അവർ ബിസ്മില്ലാഹി സുബ്ഹാനല്ലാഹി സഹ്റ എന്ന് ചൊല്ലിക്കൊണ്ട് അതാ ഫ്ലൈറ്റിനകത്തേക്ക് കയറി. ഒരു നിമിഷം അവൾ ഓർത്തു, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ബുഷി, അജ്മൽ സാറിൻ്റെ ഉമ്മ, അവരൊക്കെ ഒരിക്കൽ കൂടി കാണണമെന്ന്. എന്നാൽ ഈ സമയം അതാ ഹസനത്ത് തേങ്ങിക്കരയുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അവൾ വിചാരിക്കുകയാണ്, പഠിച്ചോനെ, അന്ന് എൻ്റെ ഇത്താത്ത ആ റൂമിൽ കിടന്ന് കഴിയുന്ന സമയത്തെല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്താത്തിയോട് അസൂയ തോന്നിയിരുന്നു. പിന്നീട് നാത്തൂൻ പറഞ്ഞു, നിൻ്റെ ഫോൺ വിളിയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് ഓളെ കൂടെ ഇനി കിടക്കണ്ട അതൊക്കെ അവൾ ഓർത്തു. പഠിച്ചോനെ, അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഇത്താത്താനെ വേദനിപ്പിച്ചിരുന്നു. അല്ലാ, അതിനുള്ള ശിക്ഷയായിരിക്കും എനിക്കൊരു പക്ഷേ ഇവിടെ ഇപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ എനിക്ക് കണക്കിന് ചീത്ത കേൾക്കുകയാണ്. കണക്കിലേറെ ജോലി ഭാരവും എല്ലാം ഉണ്ട്. ഏത് നിമിഷവും ഞാൻ ഉമ്മയുടെ അടുക്കലേക്ക് ഇറങ്ങിപ്പോകും. അതൊരു നട്ടപ്പാതിരാക്കാണെങ്കിലും ശരി. ഇത്താത്തയും ഇക്കാക്കയും സുഖത്തോടെ ജീവിച്ചോട്ടെ. എൻ്റെ ഇത്താത്ത ഇന്ന് ഗൾഫിലേക്ക് പോവാണ്. ഓള് രക്ഷപ്പെട്ടോട്ടെ. പാവം, അവളെ ഞാനും ഒരുപാട് പഴിച്ചിരുന്നു. എനിക്ക് അവളോട് ദേഷ്യം തോന്നിയിരുന്നു. അവൾ എൻ്റെ ഭർത്താവിൻ്റെയും ഫോൺ സംഭാഷണം കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇത്താത്ത പറഞ്ഞപ്പോൾ എനിക്ക് അവളോട് ദേഷ്യമായിരുന്നു തോന്നിയിരുന്നത്. എന്തിനാണ് അവളതൊക്കെ ഒളിഞ്ഞു നോക്കുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അതുമാത്രമല്ല, ഇത്താത്ത പറഞ്ഞ ആ ഒരു വാക്ക്, അതെ ഹസനത്തെ, നിൻ്റെ ഭർത്താവിനെ പാട്ടിലാക്കാനും ഓള് മടിക്കൂല കേട്ടോ. ഓളെ കുറച്ച് സൂക്ഷിച്ചുകൊണ്ട് ഈ എൻ്റെ ഏട്ടത്തെ വിചാരിച്ചിട്ട് എല്ലാം തുറന്നു പറയാനും നിൽക്കണ്ട. അപ്പോഴും എൻ്റെ ഇത്താത്തിയോട് എനിക്ക് ദേഷ്യം തോന്നിയിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അതിനൊക്കെ ഭയങ്കര സങ്കടം തോന്നാണ്. പാവം എൻ്റെ ഇത്താത്ത ഇപ്പോൾ പറന്നകലുന്നുണ്ടാകും വളരെയധികം ദൂരത്തേക്ക്. എന്തൊക്കെ തന്നെയായാലും അതാ മുഹ്സിന ഫ്ലൈറ്റിൽ യാത്രയിലാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അതാ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. മുഹ്സിനയുടെ തൊട്ടടുത്തായിട്ടല്ല അജ്മൽ സാറ് ഇരുന്നത്, നേരെയുള്ള സീറ്റിലായിരുന്നു അവർ ഇരുന്നത്. അവർക്ക് ടിക്കറ്റ് കിട്ടിയത് ഒരേ സീറ്റായിരുന്നു, തൊട്ടടുത്തുള്ള സീറ്റിൽ. അതൊരു പക്ഷേ ഉറങ്ങിപ്പോയാൽ, എന്തൊക്കെ തന്നെയാലും ഫ്ലൈറ്റ് യാത്രയിൽ ഉറക്കം അത് എല്ലാവർക്കും ഒരു സമയമുണ്ടാകുന്ന കാര്യമാണ്. അത് 90% ആളുകൾക്കും അങ്ങനെ തന്നെ. അതിൽ അറിയാതെ ഉറങ്ങിപ്പോകും. ഉറങ്ങാൻ ചാൻസുണ്ട്. കാരണം അത്യധികം ഉയരത്തിലൂടെ അധിക വേഗതയിൽ വിമാനം പറക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ കയറിയവർക്ക് ഉറക്കം സാധാരണയായിരിക്കും. അതൊരു പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അജ്മൽ സാറിൻ്റെ ശരീരത്തിലേക്ക് വീഴും, അല്ലെങ്കിൽ അജ്മൽ സാറ് എൻ്റെ അടുക്കലേക്ക് ചാഞ്ഞു വരും. ഞങ്ങൾ 2 പേരും ഒന്നറിയാതെ അവിടെ അങ്ങ് കിടന്നുറങ്ങും. പഠിച്ചോനെ, അതൊന്നും വേണ്ടാതിരിക്കുവാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി തന്നെ അജ്മൽ സാറും അവളും മാറി മാറിയാണ് ഇരുന്നത്. പക്ഷെ അവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹെയർ ഹോസ്റ്റസ്മാർ പോകുന്ന ആ ഒരു വഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള നേരെയുള്ള സീറ്റിലാണ് അജ്മൽ സാറും മുഹ്സിനയും ഇരുന്നത്. കാരണം അത്രക്കും തെറ്റ് അവരുടെ ജീവിതത്തിൽ വരരുത് എന്ന് കരുതിയത് കൊണ്ട് മാത്രമായിരുന്നു അത് വളരെയധികം സൂക്ഷ്മതയോടെ അവർ കൈകാര്യം ചെയ്യുന്നത്. ഒരു നിമിഷം ആഗ്രഹിച്ചു പോകും, തൻ്റെ പ്രിയപ്പെട്ട സിനുവിൻ്റെ കൂടെയാണ് ഞാൻ ഇപ്പോൾ സിനുവിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് പലവട്ടം ആലോചിച്ച് പോവും. പക്ഷെ പെട്ടെന്ന് തെറ്റിദ്ധാരണ തിരുത്തും. ഒരിക്കലുമല്ല, അദ്ദേഹം അത് നിൻ്റെ അജ്മൽ സാറാണ്, ഒരിക്കലും നിൻ്റെ ഭർത്താവല്ല.
പെട്ടെന്നതിൽ നിന്ന് മുക്തമാകും. അല്ലാ, എന്നായിരിക്കും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവനെ ഒന്ന് കാണാൻ കഴിയുക എന്നവൾ ഒരുപാട് വിചാരിക്കും. അങ്ങനെ അതാ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങുകയാണ്. താഴെ മുഹ്സിയുടെ ഉമ്മയും അതുപോലെ ബുഷിയും കൂടെ യാത്ര തിരിക്കുകയാണ്. അവർ സങ്കടപ്പെട്ടു. മകളുടെയും മകൻ്റെയും ആ ഒരു വിമാനം ഉയർന്ന് പൊങ്ങുന്നു. സങ്കടത്തോടെ വിഷമത്തോടെ അവരതാ തിരിച്ചു പോവുകയാണ്. ദുആ ചെയ്തു, റബ്ബേ, മക്കളെ കാത്ത് രക്ഷിക്കല്ലാ, റഹ്മാന് നീ മാത്രമാണ് അവർക്ക് തുണ. അങ്ങനെ അതാ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങി മേഘത്തിനുള്ളിലേക്ക് മറഞ്ഞു. മുഹ്സിന ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബേ, എവിടെയായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സിനാൻ? എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ സിനാൻ എവിടെയായിരിക്കും? അതോ എന്നെ മറന്നിട്ടുണ്ടാകുമോ? എന്നെ മറന്നെങ്ങാനും പോയിട്ടുണ്ടാകുമോ? പക്ഷേ ഞാൻ മറന്നിട്ടില്ല. എനിക്കിപ്പോഴും എൻ്റെ സിനോനെ കാണണമെന്ന ചിന്തയാണ്. ഒരുപക്ഷെ സിനാൻ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിനെ എങ്ങാനും വിവാഹം കഴിച്ചിട്ടുണ്ടാവുമോ? എനിക്കറിയുന്നില്ല. ഇനിയൊരു പക്ഷേ അവൾ ഫ്ലൈറ്റ് യാത്രയിൽ ഓരോന്ന് ആലോചിച്ചു. എന്നാൽ ഈ സമയം സിനാൻ അറബി വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട ജോലിക്കാരനായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അറബി കുട്ടികൾക്കെല്ലാം അവനെ ഒത്തിരി ഇഷ്ടവുമായിരുന്നു. വല്ലപ്പോഴൊക്കെ പുറത്ത് പോകുമ്പോൾ സിനാനെയാണ് അവർ വിളിക്കാറുള്ളത്. അവരുടെ മാനേജറായിട്ടായിരുന്നു ജോലി ആക്കിയിരുന്നത്. പക്ഷേ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ അവന് ഒന്നുകൂടി ഉഷാറായപ്പോൾ, അതുകൊണ്ട് തന്നെ മാത്രമല്ല അവന് കുട്ടികളിൽ നിന്നുള്ള സ്നേഹം കിട്ടുവാനും കുട്ടികളോട് ഇടപഴകുവാനും കൂടുതൽ സൗകര്യത്തിന് വേണ്ടി അവൻ ആ ജോലി അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിൽ കൂടുതൽ ആത്മാർത്ഥത കാണിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവനെയും ഒത്തിരി ഇഷ്ടമായി. കുഞ്ഞുങ്ങൾ അവൻ്റെ കൂടെ കൂടും. എന്നാൽ അവിടെയുള്ള അറബിയുടെ മകൾ കുറച്ച് പ്രായമുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ അവൾ കൂടുതലായിട്ട് സിനാൻ്റെ അടുക്കലേക്ക് വന്നിരുന്നില്ല. എങ്കിലും അവൻ്റെ ആ ഒരു കാട്ടിക്കൂട്ടുകളും കുട്ടികളുടെ ആ ഒരു കുട്ടികളെ കൊഞ്ചിപ്പിക്കുന്ന കളികളും കാര്യങ്ങളെല്ലാം അവൾ നോക്കിക്കാണും. കാരണം അവിടെ വീട്ട് ജോലിക്കാർ ആയാലും ഡ്രൈവറായാലും മാനേജറായാലും വലിയ പെൺകുട്ടികളായാൽ അങ്ങോട്ട് പ്രവേശനമില്ല. എങ്കിലും അവൾക്ക് സിനാൻ്റെ പ്രവൃത്തികളെല്ലാം ഒത്തിരി ഇഷ്ടമായിരുന്നു. അവനവൻ്റെ ടെൻഷൻ മാറ്റുവാൻ വേണ്ടിയിട്ട് അറബി കുട്ടികളുടെ ഇടയിലൊക്കെ നല്ല രീതിയിലുള്ള തമാശകൾ കളിക്കുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇടയ്ക്കിടെ ഓർമ്മ വരും തൻ്റെ മുഹ്സിയുടെ ഓർമ്മകൾ. പഠിച്ചോനെ, എന്തൊക്കെ സന്തോഷങ്ങൾ ഞാൻ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചാലും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നീറുന്ന ആ ഒരു വിരിഞ്ഞു നിൽക്കുന്ന മുഖമുണ്ട് എൻ്റെ പെണ്ണിൻ്റെ. അവളെക്കുറിച്ച് എത്ര തന്നെ അപവാദങ്ങൾ പ്രചരിച്ചാലും എനിക്കുറപ്പുണ്ട് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. കാരണം എനിക്കറിയാം നന്നായിട്ട് അവൾ എനിക്ക് വേണ്ടി ജീവിച്ചവളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അറിയുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് ഫ്ലൈറ്റ് കയറി ഈ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് ഒരിക്കലും അറിയുകയുമില്ല. എപ്പോഴും അവൻ വിചാരിക്കും, അറബി വീട്ടിലെ ആ ഒരു പെൺകുട്ടി ഏകദേശം ഒരു 10-20 വയസ്സ് എന്തായാലും പ്രായമുണ്ട്. പക്ഷേ അതിനെ പഠിക്കുന്നൊന്നുമില്ല, വിവാഹം കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി ഇവിടെ തന്നെ നിൽക്കുന്നത് എന്നൊക്കെ പലവട്ടം തോന്നിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ചോദിക്കണമെന്ന് തോന്നും. പിന്നെ വിചാരിക്കും, വേണ്ട, എന്തിനാണ് ചോദിക്കുന്നത്? പലതവണ ആ കുട്ടി സംസാരിക്കുവാനൊക്കെ തൻ്റെ അടുക്കൽ വരും, ഭക്ഷണമെല്ലാം കൊണ്ടുവന്ന് തരും. പക്ഷെ കൂടുതലായിട്ട് അവളൊന്നും സംസാരിക്കൊന്നുമില്ല. ആരും കാണാത്ത രീതിയിലാണ് അവൾ കൂടുതൽ സിനാൻ്റെ അടുക്കലേക്ക് വരാറുള്ളത്. പക്ഷേ അവിടെ ഭയങ്കര ഭയമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് പറ്റിപ്പോയാൽ പിന്നെ തല കാണില്ല. ആ ഒരു ഭയത്താൽ സിനാന് ശ്രദ്ധയോടെ തന്നെയായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. എന്നാൽ ഈ വീട്ടിൽ മാത്രമായിരുന്നല്ല സിനാന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ഇവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരു വീട്ടിൽ കൂടി ഡ്യൂട്ടി ഉണ്ട്. അവിടെ ഒരു അറബിച്ചി പെണ്ണ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഭർത്താവുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് വരും പോകും. പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഒരു പെണ്ണ് മാത്രമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ വൈകുന്നേരമായാൽ ഇവൾക്ക് ജിമ്മിൽ പോകണം. അതുപോലെ തന്നെ ഫ്രണ്ട്സുകളുടെ കൂടെ സംസാരിച്ചിരിക്കാൻ പോകണം. ആ ഒരു ഡ്യൂട്ടിയാണ് അവനക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അവനെ വിളിക്കും, ഇഷാഹ് ഒരു 8 മണി ആകുന്ന സമയത്ത് വിളിക്കും, പുറത്ത് പോകാം. അങ്ങനെ ഇവൻ കാറെടുത്ത് പുറത്ത് പോകും. ആ പെണ്ണ് മാത്രമായിരിക്കും ആ കാറിൽ കയറുക. അവളാണെങ്കിൽ വളരെയധികം ഭംഗിയുള്ള ഒരു സ്ത്രീയായിരിക്കും. കാലുകൾ വണ്ടിയുടെ ഗിയറിൻ്റെ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് കയറ്റി വെക്കും.
എന്നിട്ട് ഫ്രണ്ട്സുകളോടൊക്കെ ഒരുപാട് അറബിയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ശരിക്കും അവൾ പറഞ്ഞ ഭാഗത്തേക്കെല്ലാം വണ്ടി തിരിക്കണം. പിന്നീട് അവളുടെ ഫ്രണ്ട്സുകളെ കണ്ടു കിട്ടിയാൽ സിനാനോട് പറയും, പ്ലീസ് വെയിറ്റ്, അവനോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. എന്നാൽ രാത്രി 1 മണി 2 മണി വരെ അവരുടെ പാട്ടും കൂത്തും എല്ലാം കൂടിയായിരിക്കും. ഫ്രണ്ട്സുകളുടെ കൂടെ പലപ്പോഴും അവർ ഹാപ്പി ആയിരിക്കും. ആ ഒരു അറബി പെണ്ണ്, അതെ അവളുടെ ഭർത്താവുണ്ട് എങ്കിലും അദ്ദേഹം ഇവിടെ കൂടുതൽ നിൽക്കാറില്ല എന്നർത്ഥം. വല്ലപ്പോഴും വന്ന് പോകും എന്നല്ലാതെ കൂടുതലായിട്ട് അയാളെ കാണാനേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുഴുവൻ ചുമതലയും ഇവനെയും ഏൽപ്പിച്ചിട്ടുണ്ട്. സാധാരണ വൈകുന്നേരങ്ങളിലാണ് ഇങ്ങോട്ട് വരാറുള്ളത്. പകലൊന്നും എങ്ങോട്ടും പോകാറില്ല. വൈകുന്നേരമായാൽ ഈ ഒരു വീട്ടിലേക്ക് വരണം. പിന്നെ തിരിച്ച് ആ വീട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുകയോ ചെയ്യാം. അതവൻ്റെ ഇഷ്ടം പോലെയാണ്. പക്ഷേ അധികം വൈകി കഴിയുന്നത് കൊണ്ട് തന്നെ അറബിച്ച് മാത്രം താമസിക്കുന്ന ആ ഒരു വീടിൻ്റെ മറുഭാഗത്തായിട്ട് ആണ് അവൻ്റെ റൂം. ഒരു ദിവസം അവൻ രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ട് വെറുതെ പുറത്തേക്ക് നോക്കി നിന്നതാണ്. അറബിച്ചിയുടെ വീടിൻ്റെ ഒരു ഭാഗം ശരിക്കും വ്യക്തമായും ക്ലിയറായും ആ ഒരു കർട്ടൻ നീക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. കുറച്ച് വെളിച്ചം വരട്ടെ എന്ന് കരുതിയിട്ട് അവൻ ആ കർട്ടൻ നീക്കിയപ്പോൾ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിപ്പോയി. അത് മറ്റൊന്നും ആയിരുന്നില്ല. അറബിക്ക് പുറത്തേക്ക് പോകുമ്പോൾ വളരെയധികം നല്ല വൃത്തിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട്, അതായത് ഹിജാബും നിഖാബും, മനോഹരമായ ആ കണ്ണുകൾ മാത്രം പുറത്തായിരിക്കും. അത് വല്ലാത്ത രീതിയിൽ കണ്ണെഴുതിയിട്ടുണ്ടാകും. ബാക്കി എല്ലാം നല്ല രീതിയിൽ മൂടി പുതച്ചുകൊണ്ടാണ് അവർ വരാറുള്ളത്. മുഖം മറക്കാത്ത ഒരു പരിപാടിയുമില്ല. പക്ഷേ എങ്കിലും മുഖത്തിൻ്റെ 2 ഭാഗത്തുള്ള ആ ഒരു കവിൾത്തടങ്ങൾ ആ ഒരു സൈഡിലൂടെ വളരെയധികം റോസ് കളർ തേച്ച് മിനുക്കിയ രീതിയിൽ, ബ്ലഷ് ഇട്ട രീതിയിലായിരിക്കും. അത്രക്കും വെട്ടിത്തിളങ്ങുന്ന രീതിയിലായിരിക്കും. തന്നോട് എന്തേ പറയുമ്പോൾ പെട്ടെന്ന് മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു തിളക്കമാണ് അവൻ കാണാറുള്ളത്. ശരിക്കും അറബിച്ചുകളുടെ കാര്യം ആലോചിച്ച് ഒരുപാട് ചിന്തിക്കും. കാരണം അവർ നിഖാബ് ധരിച്ചിരിക്കും, പക്ഷേ മേക്കപ്പിൽ യാതൊരു രീതിയിലുള്ള കുറവുമില്ല. അത്രക്കും മനോഹരമായ രീതിയിൽ കണ്ണെഴുതിക്കൊണ്ടും മേക്കപ്പ് ചെയ്തുകൊണ്ടും ആയിരിക്കും. എന്തിനേറെ നഖങ്ങൾ വരെ വെച്ച് പിടിപ്പിച്ച രീതിയിൽ അങ്ങനെ ചില അറബിച്ചുകൾ. പക്ഷേ ചിലരാകട്ടെ മുഴുവനായിട്ട് മൂടി പുതച്ചുകൊണ്ട് കണ്ണിൻ്റെ ഭാഗത്തുള്ള ആ നെറ്റ് വരെ അങ്ങനെ. ചിലരാണെങ്കിൽ ഫേസ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് മുടി പുറത്തിട്ടിട്ട് അങ്ങനെ പല രീതിയിലുള്ള അറബിച്ചുകളെയും സിനാന് കാണാനിടയായി. അവളുടെ ഫ്രണ്ട്സുകളിലധികവും വളരെയധികം ഫാഷനുള്ള ആളായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവം സിനാന് ശരിക്കും കാണുകയാണ്. അന്ന് ആ ദിവസം താൻ പുറത്തേക്ക് വെറുതെ നോക്കിയ സമയത്ത് അറബിച്ചി അതാ ചെറിയ രീതിയിലുള്ള ഒരു ഡ്രസ്സ് മാത്രം ഇട്ടുകൊണ്ട് അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. റബ്ബേ പഠിച്ചോനെ, എന്ത് ഞാനീ കാണുന്നത്? അതെ, ഗ്ലാസ്സുള്ള റൂമിലായിരുന്നു അവൾ ഇരുന്നിരുന്നത്. ചെറിയ ഡ്രസ്സ് ധരിച്ച് ഫോൺ ചെയ്തുകൊണ്ട് വെറുതെ ഇരുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടും വളരെയധികം മോഡേണായിട്ട്. ശരിക്കും ഞെട്ടിപ്പോയി. ഇതുതന്നെയാണോ ഞാൻ കൊണ്ടു നടക്കുന്ന അറബിച്ചി എന്ന് കരുതിയിട്ട് സിനാൻ പെട്ടെന്ന് തന്നെ കർട്ടൻ നീക്കി. അല്ലാ പഠിച്ചോനെ, എൻ്റെ കണ്ണുകൾ ഹറാമിലേക്ക് പോയോ? അവരൊരു പക്ഷേ അത് കാണുന്നുണ്ടാവില്ല. എങ്കിലും ഗ്ലാസ് അല്ലേ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ വിചാരിച്ചു. അപ്പോഴും തന്നെ മുഹ്സിനിയത്തെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. റബ്ബേ, എത്രയോ ലോകസുന്ദരികൾ എൻ്റെ കൺമുമ്പിലുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും ഞാൻ അതിൽ ആകൃഷ്ടനാകുന്നില്ല. എനിക്കെൻ്റെ മുഹ്സി മാത്രം മതി. എന്നാൽ ഈ സമയം ഫ്ലൈറ്റ് യാത്രയിൽ അതാ മുഹ്സിന അറിയാതെ മയങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾ ദാ ചെരിഞ്ഞ് ആ ഒരു സീറ്റിൻ്റെ പുറംഭാഗത്തേക്ക് തല വരുന്ന രീതിയിൽ ചെരിഞ്ഞ് ചാഞ്ഞു വരുന്നു. പെട്ടെന്ന് അജ്മൽ സാർ അത് കണ്ടു. കാരണം എയറോസ്റ്റസുമാരൊക്കെ ഫുഡുമായൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ ഒരു ചെറിയ ഇട, അത് അവൾ വളരെയധികം ചെരിഞ്ഞ് ഇങ്ങോട്ടെത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യണം? വിളിക്കണോ അതോ അവളുടെ തല പിടിച്ച് അങ്ങോട്ട് സൈഡിലേക്ക് ആക്കണോ? എനിക്കറിയുന്നില്ല. പതുക്കെ ഒന്ന് വിളിച്ചു നോക്കി. മുഹ്സി. അവൾ അറിയുന്നില്ല. പഠിച്ചോനെ, എന്താ ചെയ്യുക? അജ്മൽ സാർ മുഹ്സി ജസ്റ്റ് അവൻ്റെ കൈകൊണ്ട് ആ ഷാളൊന്ന് പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, മുഹ്സി ശരിക്ക് കിടക്കുവേണ്ടേ? അവൾ ഉണരുന്നേയില്ല, ഗാഢമായ ഉറക്കത്തിൽ. പഠിച്ചോനെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് എയറോസ്റ്റസ് അതിലൂടെ വന്നപ്പോൾ എക്സ്ക്യൂസ് മീ പ്ലീസ് ഹെഡ്. അത് പറഞ്ഞപ്പോൾ അതാ അവളുടെ ആ ഒരു ഹെഡ് പിടിച്ച്
നേരെ അവളെ ശരിയാക്കി കൊടുക്കുന്നു. അവൾ വീണ്ടും ഗാഢമായ നിദ്രയിലേക്ക് വഴുതി വീഴുന്നു. അജ്മൽ സാർ അത് നോക്കിയിരുന്നു. പാവം പെണ്ണ് ഒരുപാട് കഷ്ടപ്പെട്ടതാ, ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചതാണ്. പാവം, ഉറങ്ങിക്കോട്ടെ. ഇനിയെങ്കിലും സ്വസ്ഥമായി സമാധാനത്തോടെ ഒരു ജീവിതം കൊടുക്കണം. അതെങ്ങനെയൊക്കെ തന്നെയായാലും എനിക്ക് അവളുടെ ഭർത്താവിനെ ഒന്ന് കണ്ടുപിടിക്കുക എന്നാണ് എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ടാവാം ബാക്കിയൊക്കെ. തൽക്കാലം അവൾക്ക് ഒരു റൂം അവൾക്ക് വേണ്ടി നൽകണം, അവൾക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം കൊടുക്കണം, ട്യൂഷൻ സെൻറ്റർ സെറ്റാക്കിയിട്ട് അവളെ കൊണ്ടുവരണം. അതിനു മുമ്പായിട്ട് അവളെ ഭർത്താവിനെ കണ്ടുപിടിക്കണം. അതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. എന്തൊക്കെ തന്നെയായാലും എല്ലാ വഴികളും എൻ്റെ അടുത്തുണ്ട്. ഇൻഷാ അല്ലാഹ് കണ്ടുകിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൾ അവളുടെ ഭർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി. ആ ഫ്ലൈറ്റ് യാത്രയിൽ മുഹ്സിനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അജ്മൽ ഓരോന്ന് ചിന്തിച്ചു. വൈകാതെ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ഇനി അധികമൊന്നും സമയമില്ല. ഏകദേശം 1-1.5 മണിക്കൂർ. അറിയാതെ അജ്മൽ സാറും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.